ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന നോട്ടിൻ്റെ എപ്പിസോഡ് 8 ആണേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നട്പിച്ചു ആ ഒരു പെണ്ണുമായിട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നവർ. അപ്പോൾ ബോഡി ഗാർഡ്സ് പറയുന്നുണ്ട് ഈ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് പോലീസ് നട്പിച്ചിനെ സംശയിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു ഫോട്ടോസിൽ അവർ നല്ല ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ ഒരു ഫോട്ടോസ് അവർ കോയിൻസിഡൻസ് ആയിട്ട് എടുത്തതല്ല, ഇത് ആരോ മനഃപൂർവ്വം നട്പിച്ചിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ എടുത്തതാന്നൊക്കെ നമ്മുടെ നക്കിൻ പറയുന്നുണ്ട്. അങ്ങനെ ഫാറ്റും ആ ഒരു ഫോട്ടോസ് നോക്കിയിട്ട് ആ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്ന ആംഗിളും അതിൻ്റെ പൊസിഷനും ഒക്കെ കണ്ടിട്ട് പറയുകയാണ് ആരോ മനഃപൂർവ്വം നട്പിച്ചിനെ ഫോളോ ചെയ്ത് തന്നെ ഈ ഒരു ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നത്, ഇതിൻ്റെ ഈ ഓരോ ഫോട്ടോസും എടുത്തിരിക്കുന്ന പൊസിഷൻ തന്നെ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ഒരു ഫോട്ടോസിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുവാണ്. അതേപോലെ ഈ ഒരു ഫോട്ടോസ് നമുക്ക് കിട്ടിയതൊന്നും ഒരു കോയിൻസിഡൻസ് അല്ല, ഇതെല്ലാം ഒരു സെറ്റപ്പാന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ നക്കിൻ പറയാണ് ഈ ഒരു എവിഡൻസ് എല്ലാം കാണുമ്പം നട്പിച്ചിനെ കുറേ നാളുകൊണ്ട് ആരോ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നതെന്നാണോ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അവൻ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ബോഡി ഗാർഡ്സ് പറയുകയാണ് ഇത് നോർമലി ഉള്ളൊരു പ്ലാൻ അല്ല, ഇതാരോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ നോക്കുകയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നട്പിച്ച് പറയുകയാണ് അപ്പം അവരെന്നെ മനഃപൂർവ്വം അപ്രോച്ച് ചെയ്തതായിരുന്നല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഫാറ്റ് ആണെങ്കിൽ പറയുന്നുണ്ട് നിന്നെ അവർക്ക് ഹേർട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല, എന്നാൽ നിന്നെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഫാമിലി തന്നെ ഇല്ലാതാക്കാനാണ് അവർ നോക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ നക്കുൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് പേഴ്സണലി ഉള്ളൊരു ശത്രുത മാത്രമല്ലല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ബോഡി ഗാർഡ്സ് പറയുന്നുണ്ട് അതെ, അവർ നമ്മുടെ ഫാമിലീനെ പ്ലാൻ ചെയ്ത് തന്നെ ഇല്ലാതാക്കാൻ നോക്കുകയാണെന്ന് പറയുകയാണ്. എന്നാലും അവർക്ക് ചെറുതായിട്ടൊരു തെറ്റ് പറ്റി, കാരണം നട്പിച്ച് ഇവിടെ ഒറ്റയ്ക്കല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ ഫാറ്റ് ആണെങ്കിൽ പറയുന്നുണ്ട് നമ്മളിത് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുകയാണ്. എന്നിട്ട് നക്കുനാണെങ്കിൽ ബോഡി ഗാർഡ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാ ഫുട്ടേജും കളക്ട് ചെയ്യണം, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കത്തില്ല എന്ന് പറയുകയാണ്. അതേപോലെ തന്നെ നമ്മൾ നട്പിച്ചിൻ്റെ അടുത്തും പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ഓർമ്മ വരുവാണെങ്കിൽ നീ അതപ്പം തന്നെ ഞങ്ങളുടെ അടുത്ത് പറയണമെന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നക്കുനാണെങ്കിൽ നമ്മുടെ ഫാറ്റിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അവൻ ഈ ഒരു ഫോട്ടോസൊക്കെ നോക്കിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തതിൽ അവനാണെങ്കിൽ താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അവൻ ആ ഒരു ഫോട്ടോ ഇങ്ങനെ നന്നായിട്ട് നോക്കിയിട്ട് പറയുകയാണ് ഈ ഒരു നെക്ലസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇത് സണ്ണിങ്ങിൻ്റെ നെക്ലസ് ആണെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം നക്കിൻ പറയണം അങ്ങനെയാണെങ്കിൽ ആ ഒരു ദിവസം സണ്ണിങ്ങും ആ ഒരു ബാറിൽ ഉണ്ടായിരുന്നല്ലേ എന്നിങ്ങനെ പറയണം. അപ്പം ബോഡി ഗാർഡ്സ് ആണെങ്കിൽ പറയുന്നുണ്ട് ഇതെന്തായാലും ഒരു കോയിൻസിഡൻസ് ഒന്നുമല്ല, ആ പെണ്ണ് നിൽക്കുന്ന അതേ പൊസിഷനിൽ തന്നെയാണ് നമുക്ക് ആ ഒരു ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടിയതെന്നിങ്ങനെ പറയണം. അങ്ങനെയാണെങ്കിൽ അവൾ ഇതിലൊക്കെ തുടക്കം തൊട്ടുന്നേ ഉണ്ടെന്നിങ്ങനെ പറയുകയാണ്. അപ്പം നട്പിച്ചാണെങ്കിൽ പറയുന്നുണ്ട് അവളിതൊക്കെ എന്നോട് ചെയ്യാൻ എന്ത് റീസണാണെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഫാറ്റ് ആണെങ്കിൽ പറയുന്നുണ്ട് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ നമ്മളെ ഹേർട്ട് ചെയ്യുന്നതെന്നിങ്ങനെ പറയുകയാണ് അവൻ. ഇപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട് സണ്ണിങ് ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണെങ്കിൽ ഇത് ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആണെന്നിങ്ങനെ പറയുന്നുണ്ട് അവൻ. അതേപോലെ അവർ പറയുന്നുണ്ട് മായി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു കണ്ണി മാത്രമാണ്, ഇതിൻ്റെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് വേറെ ആളാണെന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നക്കുനാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ഉടനെ തന്നെ ഒരു കൺക്ലൂഷനിൽ എത്തണ്ട, നിങ്ങൾ മായിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ പറയണം. അതേപോലെ തന്നെ സണ്ണിങ്ങിനെയും സംശയിക്കേണ്ടിയിരിക്കുന്നു, അവനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെങ്കിൽ അവനെ ഈ ഒരു ഫാമിലിയിൽ ആരെയും ഞാൻ ഹേർട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ഫാറ്റ് ആണെങ്കിൽ ഓങ്സി എടുത്ത് പറയുകയാണ് ഇവിടെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ ഓങ്സി അവിടെ ഷോപ്പിൽ വന്നായിരുന്നു എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ടില്ല, അവനെന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ അവൻ പിന്നീട് അത് ക്യാൻസൽ ചെയ്തു, എന്താ റീസണൊന്നും അവൻ്റെ അടുത്ത് പറഞ്ഞില്ല, നീ എന്തായാലും വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ഫാറ്റ് ആണെങ്കിൽ നക്കിനൊരു കോഫി കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നീ ഇത് കുടിക്ക്, ഇത് കുടിച്ച് കഴിയുമ്പോൾ നീ കുറച്ച് ഓക്കെ ആവുമെന്ന് പറയണം. അങ്ങനെ അവനാണെങ്കിൽ ആ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ഫാറ്റിനൊരു നല്ല സ്വീറ്റായിട്ടുള്ളൊരു ഹഗ്ഗൊക്കെ ഇങ്ങനെ കൊടുക്കുവാണ്. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ ഫാറ്റ് ശരിക്കും സൂപ്പറാണ്, നീ എന്നെ ഇന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തില്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഫാറ്റ് ആണെങ്കിൽ പറയുന്നുണ്ട് ഒന്നുമില്ല, അത് ജസ്റ്റ് ചെറിയൊരു കാര്യമില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അവനിങ്ങനെ. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും അതിന് ഞാൻ നിനക്കൊരു റിവാർഡ് തരാൻ പോവാന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്ത് റിവാർഡെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഫാറ്റിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ നമ്മുടെ നക്കൻ. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിനക്കൊരു കിസ് തരാൻ പോവാന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഫാറ്റ് ചോദിക്കുകയാണ് നീ ഒരു കിസ് കൊണ്ടൊക്കെ സാറ്റിസ്ഫൈ ആകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ നക്കിനാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തീർക്കുമെന്ന് പറയണം. അപ്പം നമ്മുടെ ഫാറ്റും പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറയുവാണേ. അത് കഴിയുമ്പോഴത്തേക്കും നക്കുനാണെങ്കിൽ അമിന്ദ്രനെ കാണാനായിട്ട് വരുവാണ്. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നട്പിച്ചിനെ ഈ ഒരു കേസിലോട്ട് വലിച്ചിട്ടത് നിൻ്റെ ആളുകളുടെ പണിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അവൻ. അപ്പോൾ അവളാണെങ്കിൽ കുറച്ച് ഡേറ്റാസ് എടുത്ത് വെച്ചിട്ട് പറയുകയാണ് ഇതാ ഞാൻ കണ്ടുപിടിച്ചത്, ഈ ഒരു പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാവരുടെയും കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസും അതേപോലെ തന്നെ അവരുടെ ട്രാൻസ്ഫർ റെക്കോർഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ അമിന്ദ്ര ആണെങ്കിൽ കിങ് എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിൻ്റെ പേര് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ലോഗിലുണ്ട്, നിനക്ക് ഈ ഒരു മാറ്ററുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് സത്യമായിട്ട് എനിക്കിതിൽ യാതൊരു പങ്കുമില്ല, എന്നാൽ പണ്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് സത്യമാണ്, എന്നാൽ നീ പറഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കലും പിന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അവൾ. അപ്പോഴാണ് ഫാറ്റ് ആണെങ്കിൽ ആ ഒരു റെക്കോർഡ്സ് നോക്കിയിട്ട് പറയുന്നത് ഈ ഒരു കിങ്ങിൻ്റെയും മായുടെയും സർനെയിം സെയിം ആണ്, അതുമാത്രമല്ല അവർ കസിൻസ് ആണെന്നും കൂടെ പറയാണ്.
ഇത് കേൾക്കുന്നതും എല്ലാവരും ഷോക്കാവുകയാണ്. അപ്പം നട്പിച്ചാണെങ്കിൽ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ ശരിക്കും ഒരു സെറ്റപ്പ് തന്നെയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അമിന്ദ്രയാണെങ്കിൽ ആ പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്കിതെല്ലാം അറിയാമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ല അങ്ങനെയൊന്നുമല്ല, ഞാനും മായയായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അതേപോലെ തന്നെ ശരിയാണ്, ഞാനും അവളും ഒരേ ബ്ലഡ് തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഒരിക്കലും അവൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ല, അവൾക്ക് വേണ്ടി ഒരാളെപ്പോലും ഞാനിതുവരെ ഹേർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ നിന്നെ മാത്രമാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നതെന്നും പറയാണ് അമിന്ദ്രയുടെ അടുത്ത്. അപ്പോൾ നക്കുൻ പറയാണ് നട്പിച്ചിനെ മാത്രമല്ല അവർ ടാർഗറ്റ് ചെയ്തേക്കുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരെയും അവർ യൂസ് ചെയ്യുക എന്ന് പറയാണ്. അവർ നമ്മുടെ റെപ്യൂട്ടേഷൻ മാത്രമല്ല ഇല്ലാതാക്കാൻ നോക്കുന്നതെന്ന് പറയണം. അപ്പം അമിന്ദ്ര പറയുന്നുണ്ട് അവർ ഇത്രയും പ്ലാനൊക്കെ ചെയ്യണമെങ്കിൽ അവർ ഒരാളെ മാത്രമല്ല ഇല്ലാതാക്കാൻ നോക്കുന്നതെന്ന് പറയണം. അപ്പം ഫാറ്റ് ആണെങ്കിൽ പറയുന്നുണ്ട് അവർ നമ്മുടെ ഫുൾ ഫാമിലി തന്നെ ഇല്ലാതാക്കാൻ നോക്കുകയാണെന്ന് പറയണം. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെന്നും പറയുന്നുണ്ട്. അതേപോലെ അമിന്ദ്ര ആണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു മാറ്ററിൽ യാതൊരു ബന്ധവും ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാമെന്ന് പറയണം. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്, പിന്നെ ഞാൻ എങ്ങനെ നിന്നെ സംശയിക്കാതിരിക്കുമെന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ശരിയാണ് അവർ കസിൻസ് തന്നെയാണ്, എന്നാൽ കിങ്ങിന് 2 വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെ ഫാമിലി അവളെ അഡോപ്റ്റ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം അങ്ങനെ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അഫെക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെ ഒരാളാണെന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് ടിം എന്ന് പറഞ്ഞൊരു പയ്യനെ പറ്റി പറയുകയാണ്. അവനാണെങ്കിൽ മായയുടെ എക്സ് ബോയ് ഫ്രണ്ടാണ്, അതേപോലെ തന്നെ അവൻ ഒരുപാട് ഡ്രഗ് കേസിലൊക്കെ ഇൻവോൾവ് ആണെന്നിങ്ങനെ പറയുകയാണ്. അപ്പം നട്പിച്ചിനെ ഈ ഒരു കേസിൽ ട്രാപ്പ് ചെയ്തത് അവനായിരിക്കാനാണോ സാധ്യതയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അമിന്ദ്ര ചോദിക്കുന്നുണ്ട് നിങ്ങളപ്പം നാളെ ആ ഒരു ലാൻഡ് കാണാനായിട്ട് പോകുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് അതെ ഞങ്ങൾ പോകുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ ഫാറ്റിനാണെങ്കിൽ അങ്ങ് ഉറക്കം വരുവാണ്, അങ്ങനെ അവരാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട്. അതെ ഞക്കിനാണെങ്കിൽ ഓങ്സി എടുത്ത് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ എനിക്കൊരു ബീറ്റ ഫ്രണ്ട് ഉണ്ടെന്ന്, അത് ഇവളാണ് അമിന്ദ്ര എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അവളാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അപ്പം ഇതാണല്ലേ നീ പറഞ്ഞ നിനക്ക് ഇഷ്ടമുള്ള ആ ഒരു ബീറ്റ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോഴും ആൽഫയും ബീറ്റ എന്ന് പറഞ്ഞ ആ ഒരു സോണിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ലേ തന്നെ ഈ ആൽഫയ്ക്കൊക്കെ എന്താ ഇത്ര പ്രത്യേകത, അവർക്കെന്താ വല്ലതും പറക്കാൻ വല്ലതും പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം അവർക്കാണെങ്കിൽ അങ്ങ് ചിരി വരുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഓങ്സി ആണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾ ശരിക്കും സൂപ്പറാന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട് ആൽഫ ആണെങ്കിലും ബീറ്റ ആണെങ്കിലും ഒമേഗ ആണെങ്കിലും എനിക്കൊന്നുമില്ല, എല്ലാവരും ഹ്യൂമൻസ് തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അങ്ങ് പോവുകയാണേ. അപ്പോൾ ഓങ്സി ആണെങ്കിൽ പറയുന്നുണ്ട് അമിന്ദ്ര ശരിക്കും ഒരു കൂളായിട്ടുള്ളൊരു ബീറ്റയാണെന്നിങ്ങനെ പറയണം. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ടോ അവൾക്കിങ്ങനെ ഷോ ഓഫ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണെന്നിങ്ങനെ പറയുകയാണ് നഗിൻ. എന്നിട്ട് അവൻ പറയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ സെക്കൻഡറി ജെൻഡർ വെച്ചിട്ടല്ല അയാളുടെ വാല്യൂ നോക്കുന്നത്, ഇതൊക്കെ ജസ്റ്റ് ഒരു ടൈറ്റിൽ മാത്രമാണെന്നിങ്ങനെ പറയാണ് അവൻ. ഞാനാണ് നിന്നെ ചൂസ് ചെയ്തത്, നീ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ നിൻ്റെ സ്റ്റാറ്റസിനെ ഓർത്ത് വറി ചെയ്യേണ്ട കാര്യമില്ല, കാരണം എനിക്കതൊരു മാറ്ററേ അല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ അങ്ങ് ഹഗ് ചെയ്യുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവർ ബ്രദേഴ്സും 3 പേരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അവരുടെ ഡാഡ് വരുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് നക്കിൻ പ്യുർ ഒമേഗേനെ മാരി ചെയ്യുന്ന കാര്യമാണ് അയാൾ പറയുന്നത്. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ ഡിസിഷനിൽ യാതൊരു മാറ്റവും ഞാൻ മാരി ചെയ്യത്തില്ല എന്നാണ് അവൻ പറയുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഫ്യൂച്ചർ ഹെയറിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളല്ല ഞാനെന്നിങ്ങനെ പറയാണ്. അപ്പം നക്കുൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു പ്യുർ ഒമേഗേനെ മാരി ചെയ്യാമെന്ന് പറയാണ്. അപ്പം അച്ഛൻ പറയുന്നുണ്ട് നീ ഫാറ്റിനെ ബൈറ്റ് ചെയ്തതിലൂടെ നിൻ്റെ ആ ഒരു ബോണ്ട് സീലായിരിക്കുകയല്ലേ, അതുമാത്രമല്ല നീ നിൻ്റെ സ്വന്തം ചാൻസ് നീ തന്നെ കളഞ്ഞു വിളിച്ചു, ഇനി നീ ഇതിനെപ്പറ്റി സംസാരിക്കാൻ നിനക്ക് യാതൊരു റൈറ്റും ഇല്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാനിതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴത്തേക്കും നക്കിനാണെങ്കിൽ പറയുന്നുണ്ട് ഇല്ല നിങ്ങളിതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു ബ്ലഡ് ലൈന് വേണ്ടിയിട്ടാണെന്ന് പറയാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഞങ്ങളുടെ ഹാപ്പിനെസ്സിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാനൊരിക്കലും എൻ്റെ ലൈഫ് നിങ്ങളുടെ കയ്യിൽ തരത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ പറയുന്നുണ്ട് നിനക്കിത് ഇഷ്ടം അല്ലെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നക്കുൻ പറയുന്നുണ്ട് ഞാനുള്ളിടത്തോളം കാലം അവനെ ഒരിക്കലും ഞാൻ ഫോഴ്സ് ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് പറയാണ്. അതേപോലെ നമ്മുടെ ഫാറ്റിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ നമ്മുടെ നക്കിൻ്റെ അടുത്ത് ഇങ്ങനെ പിണങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പം അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ പിണങ്ങി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പറയുന്നുണ്ട് നീ അല്ലേ പറഞ്ഞത് നക്കിന് വേണ്ടിയിട്ട് ആ ഒരു പ്യുർ ഒമേഗനെ നീ മാരി ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ നമ്മുടെ ഫാറ്റിനെ ഹഗ് ചെയ്തിട്ട് പറയാണ് ഞാൻ മാരി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി എൻ്റെ ഫാറ്റ്സാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ ഫാറ്റിനൊക്കെ ചെറിയ സന്തോഷമാവുകയാണേ. അപ്പം നമ്മുടെ നക്കുനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് എന്നെ മാരി ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അതുമാത്രമല്ല ഞാൻ വിചാരിച്ചത് നീ വേറെ പ്യുർ ഒമേഗനെ മാരി ചെയ്യാൻ പോകുന്നു എന്നാണ് ഞാൻ വിചാരിച്ചതെന്നിങ്ങനെ പറയണം. ഞാൻ മാരി ചെയ്യുന്ന ഒരേ ഒരു പ്യുർ ഒമേഗ അത് നീ മാത്രമാണെന്നിങ്ങനെ പറയാണ് അവൻ. ഡാഡ് ആഗ്രഹിക്കുന്നത് എനിഗ്മ ആയിട്ടുള്ള തൻ്റെ ഗ്രാൻഡ് സണിനെയാണ്, അത് കൊടുക്കാൻ നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയാണ്. അതുകൊണ്ട് മാത്രം ഡാഡ് നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല എന്നിങ്ങനെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് നീ എൻ്റേത് മാത്രമാണ് ഫാറ്റ്സാന്നിങ്ങനെ പറയുന്നുണ്ട്.
അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നട്പിച്ചിനെയാണ്. അവനാണെങ്കിൽ ബാറിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് സണ്ണിങ് വരുവാണ്. അപ്പോൾ സണ്ണിങ്ങിനെ കാണുമ്പോൾ അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നമ്മൾ പിന്നെയും മീറ്റ് ചെയ്തുവല്ലോ എന്നിങ്ങനെ ചോദിക്കുവാണ്. ഇത് ശരിക്കും ഒരു കോയിൻസിഡൻസ് ആണോ അതോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സണ്ണിങ് ആണെങ്കിൽ അവൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്ന് ക്ലോസ് ആയിട്ട് വരുവാണ്. എന്നിട്ട് അവൻ്റെ ആ ഒരു ഫെറോമോണൊക്കെ യൂസ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇത് ശരിക്കും ഒരു കോയിൻസിഡൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് സണ്ണിങ് ആണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് നിന്നെപ്പോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമിനെ പറ്റിയിട്ട് അറിയാൻ താല്പര്യമുണ്ട്. അതുമാത്രമല്ല എനിക്ക് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഇഷ്ടമെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് കുറച്ചുകൂടി ഈസി ആയിട്ടൊക്കെ സംസാരിക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങനെയാ, നിൻ്റെ അടുത്തും അങ്ങനെ ഈസി ആയിട്ട് തന്നെ ക്ലോസ് ആവാനൊക്കെ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് നമുക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പറയുന്നുണ്ടില്ല, അത് പറ്റില്ല, എനിക്ക് എൻ്റെ ബ്രദേഴ്സുമായിട്ട് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാനുണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും വരട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഇല്ല ഇതെൻ്റെ ഫാമിലിയിലെ പ്രൈവറ്റ് മാറ്ററാന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമേ ഞാൻ നിൻ്റെ ആളാകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരുടേതായ കുറച്ച് റൊമാൻസും കിസ്സിങ്ങും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാകുമ്പോൾ പിറ്റേ ദിവസം നമ്മുടെ നെറ്റ്പിച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അവൻ്റെ 2 ബ്രദേഴ്സും. അങ്ങനെ അവനാണെങ്കിൽ റെഡി ആയിട്ട് താഴെ വന്നിട്ട് പറയുന്നുണ്ട്, സോറി ഞാൻ കുറച്ചധികം ഉറങ്ങിപ്പോയെന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, നീ കാരണം ഞങ്ങൾ 2 പേരും ഇപ്പോൾ ലേറ്റ് ആയില്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പം നക്കിൻ പറയുന്നുണ്ട്, വിട്ട് കള ബ്രോ, അവനാണെങ്കിൽ സോറി ചോദിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ അവർ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ഫാറ്റ് ആണെങ്കിൽ വരുമ്പോഴത്തേക്കും നക്കിൻ ചോദിക്കുന്നുണ്ട്, ഫാറ്റ് സീൻ വരുന്നോന്ന് ചോദിക്കുമ്പോഴത്തേക്കും നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, വരണ്ട, പുറത്തൊക്കെ ഭയങ്കര ചൂടാന്ന് പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അതിന് പുറത്ത് എവിടെ ഇത്ര ചൂടാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വരുമ്പോഴത്തേക്കും സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്നിങ്ങനെ പറയാണ്. അപ്പം ഫാറ്റ് ആണെങ്കിൽ അത് ചിരിച്ച് സമ്മതിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ നക്കുനാണെങ്കിൽ ഫാറ്റിനൊരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർ രണ്ടുപേരും നിന്നങ്ങ് ചിരിക്കുവാണേ. എന്നിട്ട് അവരടുത്ത് ഡ്രൈവ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും 2 പേരും ഓരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പം ഫാറ്റ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല കുഴപ്പമില്ല നീ പൊക്കോ, ഞങ്ങൾ പൊക്കോളാം എന്ന് പറയാണ്. ഞാൻ കാർ ചെയ്യുന്നുണ്ട്. നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, അവസാനം ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യേണ്ടി വന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നക്കുൻ പറയാണ്, അതെനിക്ക് റെസ്റ്റ് എടുക്കണമായിരുന്നു, നീ മിണ്ടാതെ ഡ്രൈവ് ചെയ്യാൻ പറയാണ്. അപ്പം നെറ്റ്പിച്ച് പറയാണ്, നമ്മുടെ ബ്രദറിൻ്റെ മൂഡ് ഇത്ര ശരിയല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, അത് അവനവൻ്റെ വൈഫിനെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നക്കുനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നെറ്റ്പിച്ചാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഞാനെന്നാ ജയിലിൽ കിടന്ന സമയത്ത് ഞാനത് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. നീയല്ലേ പറഞ്ഞാൽ നീ അത് ചെയ്തിട്ടില്ലായിരുന്നു എന്ന്. അതുമാത്രമല്ല നിൻ്റെ കണ്ണിലും ആ ഒരു സത്യം ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നീ ഞങ്ങളുടെ ബ്രദർ അല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ബ്രദർ ആയിക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ ബ്രദറാണെന്ന് പറയുകയാണ്. അപ്പം നക്കുൻ പറയുന്നുണ്ട്, നീ നമ്മുടെ ഈ ഒരു ഫാമിലിയിലെ മെമ്പറാണ്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും നീ ഞങ്ങളുടെ ബ്രദർ തന്നെയാണെന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നെറ്റ്പിച്ച് പറയാണ്, എൻ്റെ അടുത്ത് ഡാഡ് പറഞ്ഞായിരുന്നു എനിക്ക് 2 പവർഫുൾ ആയിട്ടുള്ള ബ്രദേഴ്സ് ഉണ്ടെന്ന്. ഒരു ദിവസം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമെന്നും പറഞ്ഞായിരുന്നു. നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മുടെ ഫാമിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഡാഡ് എപ്പോഴും പറയായിരുന്നു. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇത് കേൾക്കുന്നത് നാക്കിനാണെങ്കിൽ പറയാണ്, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുമല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിന്നെ വന്ന് ഹഗ് ചെയ്തേനോ എന്നൊക്കെ ഇങ്ങനെ പറയണം. പിന്നെ നാക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് ഒരിക്കൽ കൂടി പറയാം, നീ എപ്പോഴും ഞങ്ങളുടെ ബ്രദർ തന്നെ ആയിരിക്കും, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ കാണുമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴാണ് അമിന്ദ്രയ്ക്ക് ഒരു കോൾ വരുന്നത്. അപ്പം അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ആ ഒരു ലാൻഡ് ഓണർ ഇന്ന് ഫ്രീ അല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ലാൻഡിൽ നിന്ന് കാണാൻ പറ്റത്തില്ല കാര്യം ഇപ്പോഴാണ് കേട്ടോ അവളെ ഇൻഫോം ചെയ്യുന്നത്. നക്കുനാണെങ്കിൽ ഫാറ്റിനെ വിളിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരൊരു ഡോക്യുമെൻ്റ് എടുക്കാൻ മറന്ന കാര്യം ഇങ്ങനെ നട്പിച്ച് പറയുന്നത്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ബോഡി ഗാർഡിനെ വിളിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫാറ്റ് പറയുന്നുണ്ട്, അതിനിവിടെ ബോഡി ഗാർഡ് ആരും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം അവൻ പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുവരാമെന്ന് പറയണം. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, അന്നേ ഞാൻ നിനക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമിന്ദ്രയാണെങ്കിൽ അവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മൾ നോക്കുന്ന ആ ഒരു ലാൻഡ് ഇപ്പം സെയിലിനില്ല, അതിൻ്റെ ഓണർ ഇപ്പോൾ അത് വിൽക്കാനൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഏജൻ്റ് ആണെങ്കിൽ പുതിയൊരു ലാൻഡ് നോക്കുന്നുണ്ട്, അപ്പം അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ ഞാൻ നിനക്ക് ഷെയർ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ കിങ് ആണെങ്കിൽ പറയുന്നുണ്ട്, നീ ആ ഒരു ലൊക്കേഷനൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അമിന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് ഫെയർ ആയിട്ടുള്ള ഗെയിമാണ് ഇഷ്ടമെന്ന് ഇങ്ങനെ പറയുകയാണ് അവൾ. അങ്ങനെ ഫാറ്റ് ആണെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഇങ്ങനെ എടുത്തിട്ട് പറയുന്നുണ്ട്, ഞാനിത് നക്കുലിന് കൊണ്ട് കൊടുക്കാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്യുമെൻറ്റ്സ് എടുത്ത് അവനിങ്ങനെ തിരിയുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന അവരുടെ ആ ഒരു ഫോട്ടോ തറയിൽ വീണ് പൊട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഫാറ്റിന് ശരിക്കും അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ അവനാണെങ്കിൽ എന്തോ ഒരു ബാഡായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു ഫീല് വരുവാണ്. അങ്ങനെ ഈ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡ് 8 ഇവിടെ എൻഡ് ആകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.